സോ ഗൈസ്, അങ്ങനെ ഇതാ നമ്മളിപ്പോൾ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ എപ്പിസോഡുകൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിന്റെ 5ാമത്തെ എപ്പിസോഡാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതിന് മുമ്പുള്ള 4 എപ്പിസോഡ് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. എപ്പിസോഡിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം ആ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള എപ്പിസോഡും കാണുവാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. സോ ആ എപ്പിസോഡെല്ലാം കാണുക. സോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ദിസ് ഇസ് യുവർ ബ്രദർ ആദ്യ ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെയിൽ സാമ്രാജ്യം കാണിച്ചുകൊണ്ടാണ്. അവിടുത്തെ കാസിലിൽ നിന്നും ഒരു സ്ത്രീ വരുന്നതായി നമുക്ക് കാണാനായി സാധിക്കും. അത് ഡേമോൺ ടാർഗറിയന്റെ ഭാര്യയായ ലേഡി റിയയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമുക്ക് ഈ ഒരു ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞു മാത്രമേ കേട്ടറിവുള്ളായിരുന്നു. ഈ ഒരു ക്യാരക്ടറിനെ ഇപ്പൊ നമുക്ക് കാണാനായി സാധിച്ചു. സോ കഴിഞ്ഞ എപ്പിസോഡിൽ വിസേരിസ് ഡേമോനെ അവിടെ നിന്നും ബാനിഷ് ചെയ്ത് ലേഡി റിയയുടെ അടുത്തേക്കാണ് അയച്ചത്. സോ ആ ലേഡി റിയാണ് ഇത് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. സോ അവൾ രാവിലെ തന്നെ ഒരു വേട്ടയ്ക്കായി പോവുകയാണ്. അവളുടെ കൂടെയായി അവളുടെ ഒരു കസിനും ഉണ്ട്. സോ അവളുടെ കസിൻ അവളുടെ കൂടെ വേട്ടയ്ക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ അതിന് സമ്മതിക്കാതെ ഒറ്റയ്ക്ക് പോകാനായി തുടങ്ങി. അവൾക്ക് ഒരുപാട് കുന്നുമൊക്കെ കടന്നു വേണം ഈ പറയുന്ന വേട്ടയ്ക്കായി പോകേണ്ടത്. അങ്ങനെ ഒരു കുന്ന് കടന്ന് ഇങ്ങനെ നേരെ പോകുന്ന സമയത്താണ് ഒരാള് തലയിൽ ഒരു തുണിയൊക്കെ ഇട്ട് അവൾക്ക് നേരെയായി വരുന്നത് കാണുന്നത്. സോ കുറച്ച് അടുത്തേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് അത് തന്റെ ഭർത്താവായ ഡേമോൺ ടാർഗെറിയൻ ആയിരുന്നുവെന്ന്. തുടർന്ന് ലേഡി റിയ പറയുന്നു, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്റെ ഭർത്താവ് എന്ന ഡ്യൂട്ടിക്ക് വേണ്ടിയാണോ? എപ്പോ വന്നാലും നിന്നെ ഞാൻ സ്വീകരിക്കുമെന്ന് നീ കരുതിയോ? എങ്കിൽ നിനക്ക് തെറ്റി. വേണമെങ്കിൽ ഈ നാട്ടിയുടെ പട്ടിയുടെ കൂടെ നിനക്ക് താമസിക്കാം. നിന്റെ ചേട്ടൻ വിസേരിസ് നിന്നെ ഒഴിവാക്കി ഒരു കൊച്ചു പെൺകുട്ടിയെ തന്റെ അവകാശിയാക്കി. നിന്നെക്കൊണ്ട് ഇനി എന്തിനു കൊള്ളാം? നിന്നെക്കൊണ്ട് ഇനി എന്ത് ചെയ്യാനാകും എന്നവൾ പറയുന്നു. പക്ഷെ അപ്പോഴും ഡേമോന്റെ നോട്ടത്തിൽ വല്ലാത്ത പന്തികേട് തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു പന്തികേട് കണ്ട ലേഡി റിയ അവളുടെ ആയുധം എടുക്കാനായി തുടങ്ങുന്നു. അപ്പോൾ തന്നെ ഡേമോൻ അവളുടെ കുതിരയെ മറിച്ചിടാനായി തുടങ്ങുന്നു. ആ കുതിര വന്ന് നേരെ വീഴുന്നതോ ലേഡി റിയയുടെ കാലുകളിൽ. തുടർന്ന് അവൾക്ക് കാലുകൾ അനക്കാൻ സാധിക്കുന്നുമില്ല. തുടർന്ന് ഡേമോൻ അവളെ അവിടെ വിട്ടിട്ട് പോകാനായി തുടങ്ങുന്നു. നീ ഒരു ഭീരുവാണെന്നും നിന്നെക്കൊണ്ട് ഒരു കാര്യവും പൂർണ്ണമാക്കാൻ കഴിയില്ല എന്നും ലേഡി റിയ പറയുന്നു. അതിനെ തുടർന്ന് ഡേമോൻ ഒരു പാറ കഷ്ണം എടുത്തുകൊണ്ട് അവൾക്ക് നേരെ പോകുന്നു. തുടർന്ന് അവളുടെ തലക്കടിച്ച് കൊല്ലുകയും ചെയ്യുന്നു. അവിടെ കെട്ടിയത് പിന്നെ കാണിക്കുന്നത് കിങ് വിസേരിസിനെയാണ്. പുള്ളിയുടെ കൂടെ പുള്ളിയുടെ പുതിയ ഹാൻഡായ മാസ്റ്റർ ഓഫ് കോയിൻസ് എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന ലോർഡ് കേണലും ഉണ്ട്. ഇവരിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഡ്രിഫ്റ്റ് മാർക്കിലോട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ രാജാവ് ഓട്ടോയെ ഹാൻഡ് ഓഫ് ദ കിങ്ങിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. പകരമായിട്ട് വന്നതാണ് ഈ പുതിയ പുള്ളി. സോ പുള്ളിയെ പുതിയതാണെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ നോളജും കാര്യങ്ങളും അത് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നുള്ള കാര്യവും നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അവരുടെ കൂടെ റെനേറിയും സെർ ക്രിസ്റ്റ്യനും ഒക്കെ ഉണ്ട്. ലോർഡ് കോളിസിന്റെ മകനും റെനേറിയുമായുള്ള മാരേജ് പ്രപ്പോസലിനായിട്ടാണ് അവർ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ആലിസണിന്റെ അടുത്ത് ബൈ പറഞ്ഞ് ഓൾഡ് ടൗണിലോട്ട് പോകാൻ നിൽക്കുന്ന ഓട്ടോയെയാണ്. അപ്പോൾ ആലിസൺ പറയും, അച്ഛൻ റെനേറിക്കെതിരെ പറഞ്ഞ കുറ്റം അത് തെറ്റാണ്. അവൾ അങ്ങനെ ചെയ്തിട്ടില്ല. എന്റെ അടുത്ത് അവൾ അത് പറഞ്ഞു. അപ്പോൾ ഓട്ടോ പറയും, അവൾ സത്യമാണോ പറഞ്ഞത് കള്ളമാണോ പറഞ്ഞത് എന്നുള്ളതല്ല ഇവിടുത്തെ പ്രസക്തി. വൈകാതെ തന്നെ വിസേരിസ് മരണപ്പെടും. അപ്പോൾ അടുത്ത അവകാശിയായി അദ്ദേഹം തെരഞ്ഞെടുത്തത് റെനേറിയാണ്. എന്നാൽ ജനങ്ങൾ തങ്ങളെ ഒരു സ്ത്രീ ഭരിക്കാൻ അനുവദിക്കില്ല. അപ്പോഴുള്ള ഏക ഓപ്ഷൻ നിന്റെ മകനായ ഏഗോണാണ്. എന്നാൽ റെനേറിയുടെ മാർഗത്തിൽ ആരെങ്കിലും എതിര് നിന്നാൽ, അങ്ങനെ റെനേറിയുടെ മാർഗത്തിൽ ഏഗോണോ നിന്റെ മക്കൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ റെനേറിയൻ നിന്റെ മക്കളെ കൊല്ലും. ഞാൻ ഇനി ഇവിടെ കാണില്ല. അതുകൊണ്ട് തന്നെ നീ വേണം കാര്യങ്ങളെല്ലാം കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെ പെരുമാറാൻ. അങ്ങനെ പറഞ്ഞ് ആലിസന്റെ ഉള്ളിൽ വിഷം കുത്തിവെച്ചിട്ടാണ് ഈ ഓട്ടോ ഇപ്പൊ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ഈവൻ ഒരുത്തനാണ് ഈ കുടുംബം ഇത്രയും തൊലച്ചിട്ട് നിൽക്കുന്നത്. ഇനിയും തൊലയ്ക്കാനായിട്ട് നടക്കുക. പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ കഥയെന്ന് പറയുന്നത് മൊത്തത്തിലൊരു പൊളിറ്റിക്സ് ആണ്. രാജ്യഭരണത്തിന് വേണ്ടിയുള്ള പൊളിറ്റിക്സ് ആണ് ഈ പറയുന്നത് മൊത്തം. എന്നാലും ഇതൊക്കെ ഇച്ചിരി കൂടിപ്പോയില്ലേ എന്നൊരു സംശയം. അത് വിടുക. അവിടെ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് ഡ്രിഫ്റ്റ് മാർഗാണ്. അവിടെയായി വിസേരിസും റെനേറിയും ലോർഡ് കേണലും സെർ ക്രിസ്റ്റ്യനും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവരെ സ്വീകരിക്കാനായി ലോർഡ് കോളിസ്വെല്ലറിന്റെ മകളായ ലേഡി ലെനയും അവിടെ നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു പെൺകുട്ടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫ്യൂച്ചർ എപ്പിസോഡിൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഇത്. സോ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് കാസലിന്റെ അകത്തേക്ക് പോവുകയാണ് ആ ഒരു പെൺകുട്ടി. പിന്നെ കാണിക്കുന്നത് ആലിസന്റിനെയാണ്. അവളുടെ അടുത്തായി കാല് വയ്യാത്ത ഒരാൾ കൂടി നിൽപ്പുണ്ട്. അയാളുടെ പേരാണ് ലോർഡ് ലേറി. കാല് വയ്യാത്ത ആളാണെന്ന് കരുതി വലിയ സിമ്പതിക്കൊന്നും പോകണ്ട. കയ്യിലിരിപ്പ് അത്രയ്ക്ക് മോശമാണ്. കിങ് വിസേരിസിന്റെ ഇപ്പോഴത്തെ ഹാൻഡായ ലോർഡ് ലേണലിന്റെ ഒരു മകനാണ് ഇയാൾ. എന്നാൽ കൂർമ്മ ബുദ്ധി കിഴപ്പും കൂടുതലായതുകൊണ്ട് തന്നെ ലോർഡ് ലേണൽ ഇയാൾക്ക് എവിടെയും ഒരു പദവി കൊടുത്തിട്ടില്ല. അങ്ങനെ കറങ്ങി തിരിച്ച് ഇപ്പൊ ആലിസന്റെ അണ്ണാക്കിൽ തന്നെ പോയി ചാടിയിട്ടുമുണ്ട്. എന്നിട്ട് ആലിസന്റെ പറഞ്ഞ് ഇപ്പൊ ഓരോന്ന് പറഞ്ഞ് ഇളക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത്. തുടർന്ന് അയാൾ പറയുന്നു, മൈക്കോ, താങ്കളുടെ അച്ഛനെ ഹാൻഡ് എന്ന പദവിയിൽ നിന്നും മാറ്റിയത് ഒരു തെറ്റാണ്. റെനേറിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് കിങ് വിസേരിസ് മേസ്റ്ററിന്റെ കയ്യിൽ ഒരു മരുന്ന് കൊടുത്തു വിട്ടത്? സോ അപ്പോൾ രാജാവിനും എല്ലാം അറിയാം. എന്നിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓട്ടോയെ പദവിയിൽ നിന്നും മാറ്റിയത്. സോ ഇതൊക്കെ കേട്ട് സെണ്ടടിച്ച് നിൽക്കുകയാണ് ആലിസന്റെ അവിടെ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് വിസേരിസ് ടാർഗെറിനെയാണ്. അദ്ദേഹം ലോർഡ് കോളിസിനെയും പുള്ളിയുടെ ഭാര്യയായ വിസേരിസ് ടാർഗെറിന്റെ കസിനുമായ റേനിസ് ടാർഗെറിനെയും ഗ്രീറ്റിംഗ്സ് ചെയ്യുന്നു. അപ്പോൾ ലോർഡ് കോളിസ് ഡേമോന്റെ ഭാര്യ മരിച്ച കാര്യം പറയുന്നു. തുടർന്ന് അതിലുള്ള വിഷമമൊക്കെ അവർ പങ്കുവെക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവരുടെ ആഗമന ഉദ്ദേശം പറയാനായി തുടങ്ങുന്നു.
തുടങ്ങുന്നു. ഞങ്ങളിവിടെ വന്നത് എന്റെ മകളായ റെനേറിയും അങ്ങയുടെ മകനായ സർ ലേനോറും തമ്മിലുള്ള ഒരു മാരേജ് പ്രപ്പോസലുമായാണ്. നമ്മളാണ് ലാസ്റ്റ് ബ്ലഡ് ഓഫ് വലേറിയ. നമ്മുടെ ഈ രണ്ട് കുടുംബങ്ങൾ ഒന്നുകൂടെ ഒന്നിക്കുകയാണെങ്കിൽ രാജ്യത്തിന് അതൊന്നുകൂടെ ശക്തരാകാനായി സാധിക്കും. പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല എന്ന് വിസേരിസ് പറയുന്നു. ഈ പ്രപ്പോസലിന്റെ കാര്യം എന്നെ സന്തോഷവാനാക്കി. എന്നാലും മൈ ഗ്രേസ് ഒന്ന് ചോദിച്ചോട്ടെ, റെനേറിയ എന്റെ മകനെ കല്യാണം കഴിച്ച എന്താണ് ഗുണം എന്ന് ലോർഡ് കോളിസ് ചോദിക്കുന്നു. അപ്പോൾ വിസേരിസ് പറയുന്നു, റെനേറിയാണ് എന്റെ അടുത്ത അവകാശി. അവൾക്കുണ്ടാകുന്ന മക്കളായിരിക്കും അയൺ ത്രോണിന്റെ യഥാർത്ഥ അവകാശികളും. അതായത് നമ്മുടെ കൊച്ചുമക്കളായിരിക്കും വെസ്റ്റ്രോസിനെ ഭരിക്കാനായി പോകുന്നത്. അപ്പോൾ ലോർഡ് കോളിസ്, എന്നാൽ ഒരു സംശയം കൂടെ മൈ ഗ്രേസ്, എന്റെ ഫാമിലി നെയിം ആയിരിക്കുമല്ലോ മക്കളുടെ പേരിന് പുറകിലായി ചേർക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെനേറിയുടെ മക്കളുടെ പേരിന്റെ പുറകിലായി വലേറിയൻ എന്നുകൂടി ചേർക്കുമോ? അപ്പോൾ വിസേരിസ്, തീർച്ചയായും. എന്നാൽ അതിൽ ആദ്യമായി ഉണ്ടാകുന്ന ആൺകുട്ടി ഫസ്റ്റ് ട്രൂ ബോൺ സണ്ണിന്റെ പേരിന് പുറകെ ടാർഗേറിയൻ എന്നുകൂടെ കാണും. അവിടെ കട്ടിയത് പിന്നെ കാണിക്കുന്നത് റെനേറിയും സർ ലേനോറിനെയുമാണ്. അപ്പോൾ റെനേറിയ പറയും, നിന്നെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിന്റെ ഇഷ്ടത്തിന് ഞാൻ ഒട്ടും തടസ്സവും നിൽക്കില്ല. അതേപോലെ എന്റെ ഇഷ്ടത്തിനും നീ തടസ്സം നിൽക്കരുത്. നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ ഡ്യൂട്ടിയായ മാരേജ് നമുക്ക് നടത്താം. എന്നാൽ നമ്മൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ആരും മറ്റൊരാളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കാൻ പാടില്ല. സമയമാകുമ്പോൾ നമുക്ക് തന്നെ പിരിയുകയും ചെയ്യാം. അപ്പോൾ സർ ലാനോറും സമ്മതിക്കുകയും ചെയ്യുന്നു. അവനും ഇതൊക്കെ തന്നെയായിരുന്നു വേണ്ടത്. അതിന്റെ കാരണമുണ്ട്, അത് പോകെ പോകെ മനസ്സിലാകും. തുടർന്ന് വിസേരിസും പരിവാരങ്ങളും തിരിച്ചു പോയതിനു ശേഷം റേനീസ് ടാർഗെറിയൻ ലോർഡ് കോളിസ് വെലേറിയനുമായി പറയുന്നു, നമ്മൾ ഈ കാണിക്കുന്നത് നമ്മുടെ മകനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയൊരു തെറ്റല്ലേ? അവന് സ്ത്രീകളിൽ താല്പര്യമില്ല, പുരുഷന്മാരോടാണ് അവന് താല്പര്യം. പിന്നെ എങ്ങനെയാണ് അവനൊരു കുടുംബജീവിതം നയിക്കുക? അഥവാ അവനിൽ നിന്നും റെനേറിക്ക് ഒരു കുട്ടി ജനിച്ചാൽ അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ലോർഡ് കോളിസ് പറയുന്നു, ആ അയൺ ത്രോൺ നിനക്ക് അവകാശപ്പെട്ടതായിരുന്നു, എന്നാൽ നമുക്കതന്ന് നഷ്ടപ്പെട്ടു. ഇതാ ഇപ്പോൾ വീണ്ടും നമുക്കത് തിരിച്ചു പിടിക്കാനായി ഒരു അവസരം കിട്ടി. അപ്പോൾ റെയ്നിസ് ടാർഗെറിയൻ പറയുന്നു, രാജ്യഭരണത്തോട് എനിക്ക് ആഗ്രഹമില്ല, എന്റെ പേര് നിങ്ങൾക്കാണ് അതിനോട് ആഗ്രഹം. അഥവാ നമുക്കത് കിട്ടിയാൽ നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ആകുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്നുകൂടി റെയ്നിസ് ടാർഗെറിയൻ പറയുന്നു. അവിടെ കട്ടിയത് പിന്നെ കാണിക്കുന്നത് സർ ലേനറും അവന്റെ കാമുകനും കൂടെ ഇരിക്കുന്നതാണ്. റെനേറിയുമായിട്ടുള്ള കല്യാണത്തിലുള്ള വിഷമത്തിലാണ് സർ ലേനോർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവന്റെ കാമുകൻ അവനോടായി പറയും, നീ വിഷമിക്കണ്ട, നീ റെനേറിയെ കല്യാണം കഴിച്ചാൽ നീ രാജാവാകും. അപ്പോഴും നിന്റെ കൂടെ തന്നെ നിന്റെ കാമുകനെ ഞാനും കാണും. പിന്നെ നീയും റെനേറിയും തമ്മിൽ ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ അവൾക്കും ഇതിനൊന്നും വലിയ പ്രശ്നമുണ്ടാകില്ല. അവിടെ കട്ടിയത് സർ ക്രിസ്റ്റ്യനോടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് റെനേറിയ പറയുന്നു, ഞാൻ അവനെ കല്യാണം കഴിക്കും, അത് നിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ എപ്പോഴും നീ എന്റെ കൂടെ എന്റെ കാമുകനായി കാണും. അപ്പോൾ സർ ക്രിസ്റ്റ്യൻ പറയും, എനിക്ക് നിന്റെ കാമുകനല്ല ആകേണ്ടത്, നിന്റെ ഭർത്താവാണ്. നിനക്ക് വേണ്ടത് ഒരു സ്ലേവിനെയാണ്. നീ പറയുമ്പോൾ നിന്റെ കൂടെ കിടക്കാൻ വേണ്ട ഒരു സ്ലേവിനെ, അതിന് എന്നെ കൊണ്ട് പറ്റില്ല റെനേറിയ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അദ്ദേഹം അവിടെ നിന്നും പോകുന്നു. അങ്ങനെ രാജാവും കൂട്ടാളികളും തിരികെ കിങ്സ് ലാൻഡിങ്സിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ആലിസൺ സർ ക്രിസ്റ്റ്യനെ തന്റെ റൂമിലേക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് സത്യം പറയാനായി പറയുകയും ചെയ്യുന്നു. തുടർന്ന് സർ ക്രിസ്റ്റ്യൻ സത്യങ്ങളെല്ലാം പറയുന്നു. എന്നിട്ട് പറയുന്നു, മൈക്യൂൻ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, അതിനു പകരമായി എന്ത് ശിക്ഷയും മേടിക്കാനും ഞാൻ തയ്യാറാണ്. അപ്പോൾ ആലിസൺ പറയുന്നു, സത്യം പറഞ്ഞതിന് നന്ദി സർ ക്രിസ്റ്റ്യൻ, താങ്കൾക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ പോകാം. പിന്നെ കാണിക്കുന്നത് വെള്ളം അടിച്ച് പാമ്പായി കിടക്കുന്ന വിസേരിസ് ടാർഗെറിനെയാണ്. പുള്ളിയുടെ കൂടായി പുള്ളിയുടെ ഹാൻഡുണ്ട്. ഹാൻഡിനോടായി വിസേരിസ് ടാർഗെറിൻ വെള്ളം അടിച്ച് എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. എന്നാൽ അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. അവിടെ കട്ടിയത് പിന്നെ കാണിക്കുന്നത് 2 ഡ്രാഗൺസ് പറക്കുന്നതാണ്. അതിന്റെ കൂടെ തന്നെ കുറച്ച് കപ്പലുകൾ റെഡ് കീപ്പിനെ നോക്കി വരുന്നുമുണ്ട്. അതിൽ കുറെ ലോഡുമാരാണ് ഉള്ളത്. പ്രിൻസസ് റെനേറിയ ടാർഗെറിന്റെ വിവാഹത്തിനായി പങ്കെടുക്കാൻ വന്നവരാണ് അവരെല്ലാം. അങ്ങനെ ഓരോരോ ലോഡുമാരായി വന്ന് വിഷ് ചെയ്യാനായി തുടങ്ങുന്നു. അപ്പോൾ ഡേമോന്റെ മരിച്ചുപോയ ഭാര്യയുടെ കസിൻ അവിടേക്ക് വന്ന് റെനേറിയ വിഷ് ചെയ്യുന്നു. അപ്പോൾ വിസേരീസ് ലേഡി റിയ മരിച്ചതിലുള്ള വിഷമം അദ്ദേഹത്തിനോടായി പറയുന്നു. അപ്പോൾ തന്നെ ഹൗസ് വലേറിയൻസ് അങ്ങോട്ടേക്ക് കടന്നു വരികയും ചെയ്യുന്നു. വന്ന ഉടൻ തന്നെ സർ ലേനോർ റെനേറിയുടെ കയ്യിലായി ചുംബിക്കുന്നു. എന്നിട്ട് അവരവരുടെ സീറ്റിലായി പോയി ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഡേമോൺ ടാർഗെറിയനും കടന്നു വരുന്നു. അപ്പോൾ വിസേരിസ് അവന് ഇരിക്കാനായി ഒരു കസാര കൊടുക്കുന്നു. അന്നേരം വിസേരിസ് എണീറ്റിട്ട് പറയുന്നു, ഇത് വലിയ 2 കുടുംബങ്ങൾ ഒന്നിക്കാനേ പോവുകയാണ്. ഇത് രാജകസാരയ്ക്ക് വലിയ ഒരു സമ്പത്ത് തന്നെയാണ്. ഇത് തേങ്ങയാണ്, ഇത് മാങ്ങയാണ്, ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിസേരിസിന്റെ വോയിസ് ബ്രേക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു കാഴ്ച കാണുന്നത്. അത് ക്യൂൻ ഹാലിസന്റ് ഓട്ടോ ഹൈറ്റവറിന്റെ കടന്നുവരവ് തന്നെയായിരുന്നു. ഒരു ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ടായിരുന്നു അവരുടെ കടന്നുവരവ്. അവരുടെ വരവ് കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വായം തുറന്ന് അവിടെ ഇരിപ്പുണ്ട്. ഓൾഡ് ടൗണിലുള്ള ഹൈറ്റവേഴ്സ് പച്ച ഡ്രസ്സ് ഇടുന്നതിനർത്ഥം അവർ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ളത് തന്നെയാണ്. ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ആലിസന്റും ഇപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. എന്നിട്ട് റെനേറിയ അടുത്ത് വന്നിട്ട് കൺഗ്രാറ്റ് സ്റ്റെപ്പ് ഡോട്ടർ എന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് പോയി അവളുടെ സീറ്റിൽ ഇരിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ വിസേരിസ് പറയും, ഓൾഡ് വലേറിയയിലുള്ള രണ്ട് വലിയ കുടുംബങ്ങളാണ് ഒന്നിക്കാനായി പോകുന്നത്. ഇത് രാജകസാരിക്ക് വലിയ ഒരു അഭിമാനം തന്നെയാണ്. റെനിയറുടെ മക്കളായിരിക്കും അയൺ ത്രോണിന്റെ അടുത്ത അവകാശികൾ. എന്നിട്ട് എല്ലാവരും കൂടെ ചിയേഴ്സ് പറയുകയും ചെയ്യും. തുടർന്ന് റെനിയറയും ലേനോറും കൂടെ ഒരു ഡാൻസ് ഒക്കെ ചെയ്യും. അപ്പോൾ തന്നെ ബാക്കിയുള്ളവരും പാട്ടുപാടി ഡാൻസ് കളിക്കാനായിക്കോ തുടങ്ങും. അങ്ങനെ മൊത്തത്തിൽ ഒരു ഹാപ്പി സിറ്റുവേഷൻ. ആ ടൈമിൽ ഓൾഡ് ടൗണിൽ നിന്നും വന്നിട്ടുള്ള ഒരു ഹൈ ടവർ ഇങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആൻഡ് ഇങ്ങനെയാണ് പല പ്രശ്നങ്ങൾക്കും കാരണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ മെയിൻ ഒരു കാരണമെന്ന് പറയുന്നത്. സോ അങ്ങനെ ഇപ്പൊ വന്നിട്ട് ആലിസന്റെ ആളായി കുറെ കാര്യങ്ങൾ ഇതിനെ കുതിവെച്ചുകൊണ്ട് കൊടുക്കുന്നു. നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞങ്ങളുണ്ട്, ഓൾഡ് ടൗൺ ഉണ്ട്, നിനക്ക് വേണ്ട എന്തൊരു കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞ് അവളെ പിരിയേറ്റാനായി തുടങ്ങുന്നു. ആ ടൈമിൽ തന്നെ വേലിയിൽ മരിച്ചുപോയ ലേഡി റിയോയുടെ കസിൻ ഡേമോനെ കാണുന്നു. എന്നിട്ട് പുള്ളിയുടെ അടുത്ത് പോയിട്ട് ഡേമോണയുടെ പറയുന്നു, എന്റെ കസിൻ എങ്ങനെയാണ് മരിച്ചത് എന്ന് എനിക്കറിയാം, അതെന്തിനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇവിടെ നിന്നും പോകത്തുള്ളൂ എന്നും പറയുന്നു. അപ്പോൾ ഡേമോൺ തിരികെ പറയുന്നു, റിയയുടെ മരണശേഷം നീയാണ് അവിടുത്തെ ലോഡ് എന്ന് ഞാൻ കേട്ടു. എന്നാൽ കാര്യങ്ങൾ അനുസരിച്ച് റിയയുടെ കാലശേഷം റിയയുടെ ഭർത്താവല്ലേ അവിടുത്തെ ലോഡായി മാറേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വന്ന് അടുത്ത ലോഡായുള്ള സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നിന്റെ പ്രശ്നത്തിന് എന്താണ് പരിഹാരമെന്ന് ഞാൻ പറഞ്ഞോളാം. അപ്പോൾ അങ്ങേരൊന്നും മിണ്ടാതെ തിരികെ പോകാനായി തുടങ്ങുന്നു. ആ ടൈമിൽ കോളിസിന്റെ മകളായ ലേഡി ലേന അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത് ഡേമോൺ കാണുന്നു. അപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് പോയി അവളെ വളയ്ക്കാനായി ശ്രമിക്കുന്നു. എന്നിട്ട് അവളുടെ കൂടെ ഡാൻസ് കളിക്കാനും തുടങ്ങുന്നു. അപ്പോൾ സർ ലേനോറിന്റെ കാമുകൻ റെനേറുടെ കാമുകൻ ആരാണെന്ന് കണ്ടുപിടിച്ച് എന്ന് ലേനോറിനോട് വന്ന് പറയുന്നു. ഇപ്പോൾ അവരുടെ കാര്യം നമുക്കും നമ്മുടെ കാര്യം അവർക്കും അറിയാമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ആ സർ ക്രിസ്റ്റ്യനെ ഇപ്പോൾ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ആ കാമുകൻ സർ ക്രിസ്റ്റ്യന്റെ അടുത്തേക്ക് പോകുന്നു. തുടർന്ന് ചങ്ക് പൊട്ടി നിൽക്കുന്ന സർ ക്രിസ്റ്റ്യന്റെ അടുത്ത് പോയിട്ട് ഓരോ കാര്യങ്ങളായി പറയാനായി തുടങ്ങുന്നു. നീയല്ലേ റെനേറുടെ കാമുകൻ എന്നും ചോദിക്കുകയും ഞാനാണ് ലേനോറിനെ കാമുകനെന്നും അവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ, നമുക്ക് അവരെ ഹാപ്പി ആക്കാമെന്നൊക്കെ പറഞ്ഞ് അവനെയും പിരിയിളക്കാനായി തുടങ്ങുന്നു. പിന്നെ കാണിക്കുന്നത് ഡാൻസ് കളിച്ച് റെനിയറും ഡേമണും കൂടെ അടുത്തടുത്ത് വരുന്നതാണ്. അപ്പോൾ ഡേമൻ റെനോറോടായി ചോദിക്കും, അപ്പോൾ ഡേമൻ നിനക്ക് ഇവനെയായിരുന്നു വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ റെനിയറെ പറയും, മാരേജ് ഈസ് എ പൊളിറ്റിക്കൽ അറേഞ്ച്മെന്റ്, അന്ന് നിങ്ങൾ ഇതല്ലേ എന്നോട് പറഞ്ഞത്. ഈ വിവാഹം എനിക്കും ഇഷ്ടപ്പെട്ടിട്ടല്ല നടത്തുന്നത്. ഇനിയും നിനക്ക് എന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും എന്ന് പറയുന്നു. ഡ്രാഗൺ സ്റ്റോൺ നിന്റെ സ്ഥലമല്ലേ, അവിടെ എന്നെ കൊണ്ടുപോയി വിവാഹം ചെയ്ത് നിന്റെ ഭാര്യയാക്ക് എന്ന് റെനിയറിയെ പറയുന്നു. എന്നാൽ ആ ടൈമിൽ തന്നെ അവിടെയായി ഒരു അടി നടക്കുന്നതായി കാണാം. അത് സർ ക്രിസ്റ്റ്യനും ലേനോറിന്റെ കാമുകനും തമ്മിലുള്ള അടിയായിരുന്നു. അങ്ങനെ സർ ക്രിസ്റ്റ്യൻ അവനെ ഇടിച്ച് കൊല്ലാനായി തുടങ്ങുന്നു. എന്നാൽ അങ്ങനെ അവൻ മരണപ്പെടുകയും ചെയ്യുന്നു. സർ ലേനോർ വെലോറിയൻ ഇത് കണ്ട് അവൻ കരയാനായി തുടങ്ങുന്നു. അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം ശാന്തമായ ശേഷം അവരുടെ കല്യാണം നടത്താനായി തുടങ്ങുന്നു. കല്യാണത്തിന് അധികം ആൾക്കാരൊന്നുമില്ല, അവരുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. തുടർന്ന് അവിടെ ഒരു പ്രീസ്റ്റ് നിപ്പുണ്ട്. പ്രീസ്റ്റ് അവരുടെ കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ചുംബിക്കാനായി പറയുന്നു. തുടർന്ന് ആ ചുംബനത്തോടെ കൂടി തന്നെ അവർ ഹസ്ബൻഡും വൈഫായി പ്രഖ്യാപിക്കുന്നു. ആ ടൈമിൽ തന്നെ വേറൊരു സ്ഥലത്തേക്ക് സർ ക്രിസ്റ്റ്യൻ നിൽക്കുകയാണ്. അവന്റെ കയ്യിലും ഒരു കത്തിയുണ്ട്. ആ കത്തി കൊണ്ട് അവന്റെ ജീവൻ എടുക്കാനായി പോകുമ്പോൾ ആലിസൻ വന്ന് അവിടെ തടയുകയാണ്. അങ്ങനെ അവിടെ നിന്നും കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് റെനേറിയും ലേനോറും തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുന്ന ആ ഒരു ടൈമിൽ തന്നെ കിങ് വിസേരിസ് തളർന്നു വീഴുന്നതാണ്. അപ്പോൾ തന്നെ അവിടെ ഇച്ചിരി ദൂരെയായിട്ട് ഒരു എലി വന്ന് ആ മരിച്ചു കിടന്നവന്റെ ചോര കുടിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത്. സോ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? ഇന്നത്തെ എപ്പിസോഡ് വലിയൊരു ഗുമ്മുണ്ടായിരുന്ന എപ്പിസോഡൊന്നുമില്ല. അടുത്ത 1-2 എപ്പിസോഡും കൂടെ വലിയ ഗുമ്മൊന്നും കാണത്തില്ല. അതുപോലെ അടുത്ത എപ്പിസോഡിലോട്ട് വലിയൊരു ടൈം ജമ്പ് ഉണ്ട്. അതിൻ്റെ അടുത്ത എപ്പിസോഡിലോട്ട് ഒരു ടൈം ജമ്പ് ഉണ്ട്. സോ അങ്ങനെ ഒരു വലിയൊരു ടൈം ജമ്പും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറിയാണ് അടുത്ത 2 എപ്പിസോഡുകളും പറയുന്നത്. സോ അതിലും അടുത്ത 2 എപ്പിസോഡിലും ഈ നടക്കുന്ന പ്രശ്നങ്ങൾ ഇച്ചിരി കൂടെ കൊഴിപ്പിക്കുകയാണ്. ഇച്ചിരി കൂടെ എരിയേറ്റിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളാണ് അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത്. ആൻഡ് ഇപ്പം 10 എപ്പിസോഡാണുള്ളത്. അതിലെ ഒരു 8ാമത്തെ എപ്പിസോഡ് മുതൽ പിന്നെ അങ്ങോട്ട് മൊത്തം അടിച്ച് കയറാനായിട്ട് തുടങ്ങുകയാണ്. ആൻഡ് അതിനുശേഷം ഫുള്ള് മൊത്തം യുദ്ധവും കാര്യങ്ങളൊക്കെയാണ്. അതിന് മുമ്പുള്ള ഒരു ശാന്തതയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള ബോറാണ്. സോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെയും വേറെ ഏതെങ്കിലും രീതിയിൽ ഇച്ചിരി കൂടെ നന്നായിട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ മറക്കാതെ താഴെ കമന്റിലൂടെ അറിയിക്കുക. സോ വീഡിയോ ഇഷ്ടമായ വലിയ എന്നുള്ള കാര്യങ്ങളും താഴെ മറക്കാതെ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എന്നുകൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. സോ ഇതിൽ നല്ലൊരു എപ്പിസോഡ് കാണാത്ത പ്രതീക്ഷയോടെ ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി സൈൻ ഔട്ട് വിത്ത് AK Spoke മലയാളം.